നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്ന വളരെ നടുക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനം. ശരീരഭാഗങ്ങളടക്കം ചിന്നിച്ചിതറി. പടക്ക നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട് തകർന്ന് തരിപ്പണമായി. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് പോലീസ്, ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവർ എത്തി അവർ പരിശോധന നടത്തുന്നുണ്ട്. രാത്രി 2 മണിയോടെയായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്ഫോടനം ആ വാടക വീട്ടിലുണ്ടായത്. നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത് 2 പേർ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ 2 പേർക്കും ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള സൂചനകൾ വരുന്നു. ഒരു വ്യക്തത വന്നിട്ടില്ല. കൃത്യമായ വിവരങ്ങൾ വരും മണിക്കൂറുകൾ കിട്ടും. ഗോവിന്ദന്റെ വീടാണ് തകർന്നത്. അനൂപ് എന്നയാളാണ് വീട് വാടകയ്ക്കെടുത്തത്. അനൂപിന് പടക്ക കച്ചവടം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. രാത്രി 2 മണിക്കാണ് സ്ഫോടന ശബ്ദം കേട്ടത് എന്നാണ് അയൽവാസികൾ വ്യക്തമാക്കുന്നത്. വീടിന് പുറകുവശത്ത് ഒരാളുടെ മൃതശരീരം കണ്ടു. ശരീരത്തിന് മുകളിൽ മണ്ണ് വീണ് കിടക്കുന്ന സാഹചര്യത്തിലായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ അയൽക്കാർക്ക് യാതൊരുവിധ അറിയില്ല. അവർക്ക് പരിചയമില്ല താമസക്കാരെ. രാത്രിയാണ് താമസക്കാർ വരാറുള്ളത്. വീട്ടിൽ ലൈറ്റ് ഇടാറില്ലായിരുന്നു ഇവർ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ ആളുണ്ടായിരുന്നുവെന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്തായാലും ബോംബ് നിർമ്മാണത്തിനിടെ അത് പൊട്ടിത്തെറിച്ചായിരിക്കും ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ 2 പേരും കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. ആദ്യം ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നു, പിന്നാലെ 2 പേരും കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നു. എന്തായാലും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. കീഴറയിലെ റിട്ടയർഡ് അധ്യാപകന്റെ ഉടമസ്ഥതയിലുള്ള വാടക വീടാണിത്. കൊല്ലപ്പെട്ടത് ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കണ്ണപുരം പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. അപകട വിവരം അറിഞ്ഞ് കണ്ണപുരം പോലീസ്, തളിപ്പറമ്പിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. സ്ഫോടനം നടന്ന വാടക വീട്ടിൽ നിന്നും പൊട്ടാത്ത നാടൻ ബോംബുകളും കണ്ടെത്തിയിട്ടുണ്ട്. പുലർച്ചെ എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് വീടിന് പുറത്തിറങ്ങിയതെന്നാണ് കണ്ണൂർ കീഴറയിലെ നാട്ടുകാർ പ്രതികരിക്കുന്നത്. ശബ്ദം കേട്ടപ്പോൾ തന്റെ വീടിന്റെ ജനൽ പൊട്ടി പുറത്തിറങ്ങി നോക്കിയപ്പോൾ അടുത്തുള്ള വീട് കാണാനില്ലായിരുന്നുവെന്നും താമസക്കാരെക്കുറിച്ച് വ്യക്തമായി അറിയില്ലെന്നും പ്രദേശവാസി പറഞ്ഞു. കണ്ണൂർ കണ്ണപുരം കീഴറയിലെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അയൽവക്കത്തുള്ള നിരവധി വീടുകളുടെ വാതിലുകൾ തകർന്നു, ചുമരുകളിൽ വിള്ളലുകൾ വീണു. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഈ പുലർച്ചെ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ ഒരാൾ കട്ടിലിൽ കിടക്കുന്നത് കാണുന്നു. അയാളുടെ കാൽ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. മറ്റു ശരീരഭാഗങ്ങളിൽ വീടിന്റെ അവശിഷ്ടങ്ങൾ വീണ് കിടക്കുകയായിരുന്നു എന്നാണ് പ്രദേശവാസികളുടെ വെളിപ്പെടുത്തൽ. എന്തായാലും ബോംബ് നിർമ്മാണത്തിനിടെയാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരാണ് അവിടെ താമസിച്ചിരുന്നതെന്ന കാര്യത്തിൽ അയൽവാസികൾക്കൊരു വ്യക്തതയില്ല. വീട് തകർന്നു, 2 പേരും കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറുന്ന അവസ്ഥയിലായിരുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകൾ, ആരാണിവർ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.